ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിപ്പോൾ ബാത്റൂമിൽ ബക്കറ്റും മഗ്ഗും അതേപോലെ കിച്ചൺ ടോപ്പും ഒക്കെ വൃത്തിയാക്കുന്നത് കൈ നനയാതെ നമ്മൾ വൃത്തിയാക്കുന്നത് എങ്ങനെയിരിക്കും ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമുക്കിപ്പം കിച്ചൺ സിങ്ക് ആയാലും ഇതുപോലെ കൗണ്ടർ ടോപ്പ് ആയാലും ബാത്റൂമിന്റെ ടൈലായാലും ഒക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടി നമ്മൾ കൈ കൊണ്ട് അങ്ങനെ ഇട്ട് ഉരയ്ക്കുകയും അതുപോലെ തന്നെ കൈ ഒന്നും നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അതിനായിട്ട് തന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു ജ്യൂസ് കുപ്പിയാണ് എടുത്തിരുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്നതിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ അതിനൊരു കുഞ്ഞ് ജ്യൂസ് കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ കത്തി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ വാവട്ടം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാത്റൂമിന്റെ ടൈലാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ വാവട്ടമുള്ള വലിയ കുപ്പി വേണം കട്ട് ചെയ്യാൻ. ഇതിപ്പം കിച്ചൺ സിങ്കും കിച്ചന്റെ ടോപ്പൊക്കെ ആണ് ഈ ചെറുതെടുത്തത്. അപ്പം ഞാൻ അടുത്തിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് മാസ്ക് ആണ്. മാസ്കിന്റെ വള്ളിയാണ്. ഇത് വള്ളി ഉണ്ടല്ലോ മാസ്കിന്റെ ഒരു സൈഡിലത്തെ ഒരു വള്ളി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയും വേണം. പിന്നെ അടുത്ത് എടുത്തിരിക്കുന്നത് ഒരു പഴയ ഒരു സ്ക്രബ്ബറാണ്, ഉപയോഗിച്ചതാണ്. അപ്പൊ ഇതിന്റെ നടുക്കൂടെ ഞാൻ ഇതാ ഈ ഒരു വള്ളിയുടെ ഒരു പോർഷൻ കടത്തി ഇവിടെയാണ് എടുക്കണം. നടുക്കൂടെ എടുത്ത് ഇതാ ഇങ്ങനെ ഒന്ന് ആക്കണം. ആക്കിയിട്ട് ഈ ഒരു അടപ്പിനെ ഊരി കൊടുത്തിട്ട് ഇതിന്റെ അകത്തോട്ട് നമ്മൾ കയറ്റണം. ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്തൂടെ ഒന്ന് കടത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ ഈ കുപ്പി അടപ്പ് വെച്ച് തന്നെ അങ്ങ് അടച്ച് വെക്കണം. അപ്പൊ ഇവിടെ ടൈറ്റ് ആവേണത് കണ്ട, ടൈറ്റ് ആവേണം. അപ്പൊ ഇതിനെ ഒന്ന് പുറത്തൂടെ ഒന്ന് വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് വിടിവിച്ചപ്പോ ഒന്ന് വെച്ചാൽ മതി. അപ്പൊ നമുക്കിനി ഈ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ലിക്വിഡിൽ എടുത്തിട്ട് ഇത് കുറച്ചുകൂടെ, ഇതിപ്പം പകുതി തീർന്ന സ്ക്രബ്ബറാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം മുഴുവനായിട്ട് എടുക്കണമെങ്കിൽ പകുതി കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. ഈ ഒരു പിടിയിൽ പിടിച്ചാൽ മാത്രം മതി. അല്ലാതെ കൈ ഒന്നും ഈ വെള്ളത്തിൽ എന്താണ് ലിക്വിഡ് അതിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചങ്ങ് കൊടുത്താൽ മതി. നല്ല ക്ലീൻ ആവും. ടൈലും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം ബാത്റൂമിൽ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിലോട്ട് ഞാൻ ക്ലോറിൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ക്ലോറിൻ അങ്ങ് ഡയറക്റ്റ് ക്ലോറിൻ എടുത്തൊഴിക്കൽ, വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ഒഴിക്കാൻ. അപ്പോൾ ഒഴിച്ചു കൊടുത്തു. അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു ബാത്റൂമിലെ ഒരു മഗ്ഗാണ് എടുത്തിട്ടിരിക്കുന്നത്. ഈ മഗ്ഗ് വന്നിട്ട് വേറൊരു പാത്രം കൂടെ ഉണ്ടെങ്കിൽ ഇത് കോരി ഈ മഗ്ഗിലോട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാ. ഇതൊന്ന് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ബക്കറ്റ് ആയാലും ബാത്റൂമിലെ മഗ്ഗായാലും ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. അതിലോട്ടൊന്ന് മുക്കി കഴുകി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം ഇപ്പം ഏതാണ്ട് ഇതില് ഈ വെള്ളം ബാക്കി വന്നല്ലോ, ഈ വെള്ളം നിങ്ങൾക്ക് ക്ലോസറ്റിന്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ടൈലിന്റെ ഇടയിലൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ടൈലിന്റെ ഇടയിലുള്ള അഴുക്കൊക്കെ പോയി കിട്ടും. അപ്പം ഞാൻ ഇന്ന് കാണിച്ചു തന്ന ഈ 2 ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തായാലും. അപ്പോൾ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.